Welcome back to our class. Today we are discussing about the fifth section of Obstetrics and Gynecological Nursing. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. Throughout pregnancy, painless uterine contractions with simultaneous hardening of the uterus occurs. This type of contraction is termed as. Throughout pregnancy, painless uterine contractions with simultaneous hardening of the uterus occurs. This type of contraction is termed as. Answer is Braxton Hicks contraction. ഈ ബ്രാക്സൺ ഹിക്സ് കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ ലാസ്റ്റ് വരെയും ഈ കൺട്രാക്ഷൻ കാണും. പക്ഷേ ഇത് പെയിൻലെസ് കൺട്രാക്ഷനാണ്. അതിൻ്റെ കൂടെ തന്നെ സെർവിക്സ് ഡയലേറ്റ് ചെയ്യത്തുമില്ല. ഈ കൺട്രാക്ഷനെയാണ് ബ്രാക്സൺ ഹിക്സ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് നോർമലാണ്. എല്ലാ പ്രഗ്നൻസി കേസിലും ഇതുണ്ടായിരിക്കും. പെർമനൻറ്റ് ഷോർട്ടനിങ് ഓഫ് യൂട്രൈൻ മസിൽ ഫൈബേഴ്സ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ലേബർ ഈസ് ടേംഡ് ആസ്. Permanent shortening of uterine muscle fibers during the process of labor is termed as. Answer is retraction. ലേബർ ടൈമിൽ മെയിനായിട്ടും 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്: കൺട്രാക്ഷൻ, റിലാക്സേഷൻ ആൻഡ് റിട്രാക്ഷൻ. കൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ടെമ്പററി ആയിട്ട് യൂട്രൈൻ മസിൽ ഫൈബേഴ്സ് കൺട്രാക്റ്റ് ചെയ്തിരിക്കുന്നു, ഷോർട്ടൻ ചെയ്യുന്നു. റിലാക്സേഷൻ ടൈമിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് പ്രീവിയസ് സ്റ്റേറ്റിലോട്ട് ആ മസിൽ ഫൈബേഴ്സ് പോകുന്നു. ബട്ട് റിട്രാക്ഷൻ ആണ് എങ്കിൽ പെർമനൻ്റായിട്ട് ഷോർട്ടൻ ചെയ്ത് തന്നെ ഇരിക്കുക. ഇത് കൺട്രാക്ട് ചെയ്യുന്ന മസിൽസ് തിരിച്ച് റീഗെയിൻ ചെയ്യാതെ അത് ഷോർട്ടനായിട്ട് തന്നെ ഇരിക്കും. അതിനെയാണ് റിട്രാക്ഷൻ എന്ന് പറയുന്നത്. The coordination between fundal contraction and cervical dilatation is called. The coordination between fundal contraction and cervical dilatation is called. Answer is പൊളാരിറ്റി ഓഫ് യൂട്രസ്. അതായത് യൂട്രൈൻ കൺട്രാക്ഷൻ, ട്രൂ ലേബർ പെയിൻ ഉണ്ടാകുന്ന സമയത്ത് യൂട്രസ് നന്നായിട്ട് കൺട്രാക്ട് ചെയ്യുന്നു. ആ യൂട്രസ്, അതായത് മെയിനായിട്ട് ഫണ്ടസിൽ കൺട്രാക്ഷൻ നടക്കുന്നു. ഫണ്ടസിൽ കൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ഫീറ്റസിനെ താഴേക്ക് പുഷ് ചെയ്യുന്നു. താഴേക്ക് പുഷ് ചെയ്യുമ്പോഴത്തേക്കും ലോവർ യൂട്രൈൻ സെഗ്മെൻറ്റും സെർവിക്സും കുറച്ച് ഡൈലേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഈ പൊളാരിറ്റി ഓഫ് യൂട്രസ്, ആ ഒരു കോർഡിനേഷനെയാണ് പൊളാരിറ്റി ഓഫ് യൂട്രസ് എന്ന് പറയുന്നത്. During labor process, the presenting part reaches at the level of ischial spine. What may be the station? During labor process, the presenting part reaches at the level of ischial spine. What may be the station? Answer is 0 station. അതായത് ലേബർ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പ്രസൻറ്റിംഗ് പാർട്ട് താഴേക്ക് വരുന്നു. ഈ പ്രസൻറ്റിംഗ് പാർട്ടും ഇഷ്യൽ സ്പൈനും ഒരേ ലെവൽ വരുമ്പോൾ അത് സ്റ്റേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ആ ഇഷ്യൽ സ്പൈനിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്തോറും സ്റ്റേഷൻ നമ്മൾ പറയുന്നത് +1, +2, +3, +4, +5. +5 ആകുമ്പോൾ ഹെഡ് കംപ്ലീറ്റ് പുറത്ത് വരുന്നു. ആ സ്റ്റേഷനിൽ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത്, പ്രസൻറ്റിംഗ് പാർട്ട് മുകളിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് ഇഷ്യൽ സ്പൈൻ്റെ ലെവലിൽ നിന്ന് മുകളിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ -1, -2, -3, -4, -5 എന്ന റീഡിങ്ങിലാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ആ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രസൻറ്റിംഗ് പാർട്ട് ഇഷ്യൽ സ്പൈൻ്റെ ലെവലിൽ വരുമ്പോഴത്തേക്ക് 0 സ്റ്റേഷനാണ്. The engaging diameter of the head in the process of labor is. The engaging diameter of the head in the process of labor is. Answer is suboccipitobregmatic 9.5 cm. ഹെഡ് എൻഗേജ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രസൻറ്റിംഗ് പാർട്ട് പെൽവിക് ബ്രിമ്മിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് ഡയമീറ്റർ എന്ന് പറയുന്നത് സബോസിപ്പിട്ടോ ഫ്രോണ്ടൽ ഡയമീറ്റർ ആണ്. അത് 10 cm. ബൈ ഇൻക്രീസിങ് ഫ്ലെക്ഷൻ ദിസ് ഡയമീറ്റർ ഈസ് ചേഞ്ച്ഡ് ഇൻ ടു സബോസിപ്പിറ്റോബ്രെഗ്മാറ്റിക്. ദാറ്റ് മീൻസ് 9.5 cm. സോ എൻഗേജിങ് ഡയമീറ്റർ ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് 9.5 cm. ദാറ്റ് മീൻസ് സബോസിപ്പിറ്റോബ്രെഗ്മാറ്റിക്. Deflection of the head in relation to the pelvis is called dash. Deflection of the head in relation to the pelvis is called dash. Answer is അസിംഗ്ലിറ്റിസം. അതായത് അസിംഗ്ലിറ്റിസം മൈൽഡ് അസിംഗ്ലിറ്റിസം ആണ് എങ്കിൽ നോർമലി കാണപ്പെടാറുണ്ട്. പക്ഷേ സിവിയർ അസിംഗ്ലിറ്റിസം ആണ് എങ്കിൽ ദാറ്റ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് സെഫാലോപെൽവിക് ഡിസ്പ്രപ്പോർഷൻ. When the sagittal suture lies anteriorly,
The posterior parietal bone becomes the leading presenting part and is called. When the sagittal suture lies anteriorly, the posterior parietal bone becomes the leading presenting part and is called. Answer is posterior asynclitism. ഈ അസിങ്ക്ലിറ്റിസത്തിനകത്ത് ആൻറ്റീരിയർ അസിങ്ക്ലിറ്റിസം ഉണ്ട്, പോസ്റ്റീരിയർ അസിങ്ക്ലിറ്റിസം ഉണ്ട്. ഇപ്പോൾ പോസ്റ്റീരിയർ ആണ് എങ്കിൽ എന്താണ്, സജിറ്റൽ സ്യൂച്ചർ ലൈസ് ആൻറ്റീരിയർലി ആയിരിക്കും. ദെൻ പോസ്റ്റീരിയർ പറൈറ്റൽ ബോൺ ആയിരിക്കും ലീഡിങ് പ്രസൻറ്റിങ് പാർട്ട്. ബട്ട് ആൻറ്റീരിയർ അസിങ്ക്ലിറ്റിസം ആണ് എങ്കിൽ സജിറ്റൽ സ്യൂച്ചർ ലൈ ചെയ്യുന്നത് പോസ്റ്റീരിയർലിയുമായിരിക്കും. അതുപോലെ തന്നെ പോസ്റ്റീരിയർ പറൈറ്റൽ ബോൺ അല്ല അവിടെ കാണുന്നത്, ആൻറ്റീരിയർ പറൈറ്റൽ ബോൺ ആയിരിക്കും ലീഡിങ് പ്രസൻറ്റിംഗ് പാർട്ട്. അതിനെ ആൻറ്റീരിയർ അസിങ്ക്ലിറ്റിസം എന്നാണ് പറയുന്നത്. എ കോമ്പോസിറ്റ് ഗ്രാഫിക്കൽ റെക്കോർഡ് ഓഫ് സർവൈക്കൽ ഡയലറ്റേഷൻ ആൻഡ് ഡിസെൻറ്റ് ഓഫ് ദ ഹെഡ് against the duration of labor in hours is termed as. A composite graphical record of cervical dilatation and descent of the head against the duration of labor in hours is termed as. Answer is പാർട്ടോഗ്രാഫ്. ഒരു പാർട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ലേബർ പ്രോസസ്സ്, അതിനകത്ത് മെറ്റേണൽ ആസ്പെക്റ്റും വരുന്നുണ്ട്, ഫീറ്റൽ ആസ്പെക്റ്റും വരുന്നുണ്ട്. കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത ഗ്രാഫിക്കലായിട്ടുള്ള ഒരു പേപ്പർ വർക്കാണ് ഈ പാർട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. The series of movements that occur on the head in the process of adaptation during its journey through the pelvis is called. The series of movements that occur on the head in the process of adaptation during its journey through the pelvis is called. Answer is mechanism of labor. ഏതൊരു ഡെലിവറിയുടെ പൊസിഷൻ, ഏതൊരു പൊസിഷൻ ആയാലും മെക്കാനിസം ഓഫ് ലേബർ എന്ന് പറയുന്ന അതിൻ്റെ ഡെഫിനിഷൻ സെയിം തന്നെയാണ്. മെക്കാനിസം ഓഫ് ലേബർ, നിങ്ങൾ ലേബറും മെക്കാനിസം ഓഫ് ലേബറും തമ്മിലുള്ള ഡെഫിനിഷൻ തിരിഞ്ഞു പോകരുത്. ലേബറിന് വേറെ ഡെഫിനിഷനാണ്, മെക്കാനിസം ഓഫ് ലേബറിന് ഈ ഒരു ഡെഫിനിഷനാണ് ഉള്ളത്. ഇൻ വിച്ച് ഇയർ പാർട്ടോഗ്രാഫ് ഡിവൈസ്ഡ്? ഇൻ വിച്ച് ഇയർ പാർട്ടോഗ്രാഫ് ഡിവൈസ്ഡ്? ആൻസർ ഈസ് 1954. How many blood vessels are present in the umbilical cord? How many blood vessels are present in the umbilical cord? Answer is 3. Umbilical cordil 3 blood vessels ആണുള്ളത്. അതിൽ 2 ആർട്ടറീസും 1 വെയിനും. ഈ ഒരു വെയിനാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. 2 ആർട്ടറീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ് ക്യാരി ചെയ്യുന്നത്. അങ്ങനെ 3 ബ്ലഡ് വെസൽസ് ആണുള്ളത്. During the late first stage, a distinct ridge is produced at the junction of upper and lower uterine segment is termed as. During the late first stage, a distinct ridge is produced at the junction of upper and lower uterine segment. It is termed as. Answer is physiological retraction ring. അതായത് ഫസ്റ്റ് സ്റ്റേജ് എൻഡോടുകൂടി 2 ടൈപ്സിലുള്ള റിട്രാക്ഷൻ റിംഗ് ഫോം ചെയ്യാറുണ്ട്. ഫിസിയോളജിക്കൽ റിട്രാക്ഷൻ റിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ പത്തോളജിക്കൽ റിട്രാക്ഷൻ റിങ്ങും ഉണ്ട്. ഫിസിയോളജിക്കൽ റിട്രാക്ഷൻ റിങ് വളരെ കോംപ്ലിക്കേഷൻസ് ഉള്ളതല്ല. അതെന്ന് പറയുന്നത് നോർമലി ഉണ്ടാകുന്ന ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു, അതായത് പ്രൊലോങ്ഡ് ലേബർ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിയുമ്പോൾ ഇത് താനെ ഡിസപ്പിയർ ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പത്തോളജിക്കൽ റിട്രാക്ഷൻ റിംഗ് ആണെങ്കിൽ സിവിയർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു, ഒബ്സ്ട്രക്റ്റഡ് ലേബർ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ കോംപ്ലിക്കേഷനായിട്ട് യൂട്രൈൻ റപ്ചർ, ഈവൻ മെറ്റേണൽ ഡെത്ത് വരെ ഉണ്ടാകാറുണ്ട് പത്തോളജിക്കൽ റിട്രാക്ഷൻ റിങ്ങിൽ. ഫിസിയോളജിക്കലാണെങ്കിൽ ഇത്രയും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. അത് ഡെലിവറി കഴിയുന്നവർക്ക് തന്നെ അത് ഡിസപ്പിയർ ആവുകയും ചെയ്യുന്നു. ഹൂ ഈസ് ഫസ്റ്റ് ഡിവൈസ്ഡ് പാർട്ടോഗ്രാഫ്? ഹൂ ഈസ് first devised partograph? Answer is Friedman. Matthews-Duncan method is dash. Matthews-Duncan method is dash. Answer is marginal separation of placenta. അതായത് ലേബറിൻ്റെ 3rd സ്റ്റേജിൽ പ്ലാസൻ്റ സെപ്പറേറ്റഡ് ആകുന്നു. അത് 2 രീതിയിലാണ് പ്ലാസൻ്റ സെപ്പറേറ്റഡ് ആകുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മാത്യു ഡങ്കൻ മെത്തേഡും സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഷട്ട്സ് മെത്തേഡ്. മാത്യു ഡങ്കൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ പ്ലാസൻ്റ സെപ്പറേറ്റഡ് ആകുന്നത് മാർജിനൽ സെപ്പറേഷനാണ്. മാർജിനാണ് ആദ്യം സെപ്പറേറ്റഡ് ആകുന്നത്.
ഷട്ട്സ് മെത്തേഡിലാണ് എങ്കിൽ പ്ലാസൻ്റ സെപ്പറേറ്റ് ആകുന്നത് സെൻട്രൽ സെപ്പറേഷനാണ്. സെൻട്രലിൽ നിന്നാണ് സെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് മെത്തേഡ്സാണ് ഉള്ളത്, മാത്യു ഡങ്കൻ ആൻഡ് ഷട്ട്സ് മെത്തേഡ്. Name the stage starting from full dilatation of the cervix and ends with the expulsion of the fetus from the birth canal. Name the stage starting from full dilatation of the cervix and ends with the expulsion of the fetus from the birth canal. Answer is second stage of labor. ലേബറിൽ മെയിനായിട്ടും 4 സ്റ്റേജാണുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സ്റ്റേജുകൾ. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ട്രൂ ലേബർ പെയിൻ മുതൽ ഫുൾ സർവൈക്കൽ ഡയലറ്റേഷൻ വരെ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫുൾ സർവൈക്കൽ ഡയലറ്റേഷൻ മുതൽ ഡെലിവറി ഓഫ് ദ ബേബി. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ദ ബേബി മുതൽ ഡെലിവറി ഓഫ് പ്ലാസൻ്റ ആൻഡ് മെംബ്രെയിൻസ്. ഫോർത്ത് സ്റ്റേജ് 1 hour ഒബ്സർവേഷൻ. ഇതാണ് ലേബറിനകത്ത് വരുന്ന സ്റ്റേജസ്. The maximum diameter of the head stretches the vulval outlet without any recession of the head even after the contraction is over is called. The maximum diameter of the head stretches the vulval outlet without any recession of the head even after the contraction is over. Answer is crowning. മെക്കാനിസം ഓഫ് ലേബറിനകത്ത് വരുന്ന ഒരു സ്റ്റെപ്പാണ് ക്രൗണിങ്. ഇതിൽ ഇൻറ്റേർണൽ റൊട്ടേഷൻ ഓഫ് ദ ഹെഡ് കഴിഞ്ഞാൽ ഹെഡ് താഴേക്ക് ഡിസെൻഡ് ചെയ്ത് വന്ന് സബ് ഓസിപിറ്റൽ റീജിയൻ കംസ് അണ്ടർ ദ പിബിക് ആർച്ച്. ആ പ്രോസസ്സ് അത് നടക്കുമ്പോഴാണ് ക്രൗണിങ് നടക്കുന്നത്. അപ്പോൾ പിബിക് ആർച്ചിൻ്റെ അടിയിലോട്ട് വരുമ്പോഴത്തേക്കും മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഹെഡ്, ദാറ്റ് ഈസ് ബൈ പരൈറ്റൽ ഡയമീറ്റർ 9.5 cm. ഇറ്റ് സ്ട്രെച്ചസ് ദ വൾവൽ ഔട്ട്ലെറ്റ്. ഇത് വൾവൽ ഔട്ട്ലെറ്റ് വന്ന് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നു. ആ സമയം കൺട്രാക്ഷൻ ഇല്ലെങ്കിൽ പോലും ഇത് തിരിച്ച് ബാക്കിലോട്ട് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയും അതുപോലെ തന്നെ നെക്സ്റ്റ് കൺട്രാക്ഷനിൽ ഹെഡ് താഴേക്ക് വന്ന് എക്സ്റ്റൻഷൻ നടന്നു ഹെഡ് ഡെലിവറി ആവുകയും ചെയ്യുന്നു. ഹാർട്ട്സ് റൂൾ. വാട്ട് ഈസ് ഹാർട്ട്സ് റൂൾ? ആൻസർ ഈസ് റൊട്ടേഷൻ ബൈ ദ ലോ ഓഫ് പെൽവിക് ഫ്ലോർ. മെക്കാനിസം ഓഫ് ലേബറിനകത്ത് വരുന്ന 3 പ്രിൻസിപ്പിൾസിൽ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഏതൊരു പാർട്ടും പെൽവിക് ഫ്ലോർ റെസിസ്റ്റൻസിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്ത് ആൻറ്റീരിയർലി വരും. അപ്പോൾ അതുപോലെ തന്നെ ഫീറ്റൽ ഹെഡ് പെൽവിക് ഫ്ലോറിനെ ടച്ച് ചെയ്യുന്ന സമയത്താണ് ഇൻറ്റേർണൽ റൊട്ടേഷൻ ഓഫ് ദ ഹെഡ് നടക്കുന്നത്. ആ ഇൻറ്റേർണൽ റൊട്ടേഷൻ ഓഫ് ദ ഹെഡ് നടക്കുന്ന സമയത്ത് ഹെഡ്, അതായത് ഓസിപ്പിട്ട് കംസ് അണ്ടർ ദ സിംബേസിസ് പ്യൂബിസ്, അതായത് ആൻറ്റീരിയർലി വരണം. അപ്പോൾ അത് വരുന്ന സമയത്ത് ചിലപ്പോൾ കൺട്രാക്ഷൻ ഇല്ലെങ്കിൽ കുറച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൺട്രാക്ഷൻ സ്റ്റോപ്പായാൽ ആ റൊട്ടേഷൻ അവിടെ നിന്നു. നെക്സ്റ്റ് കൺട്രാക്ഷൻ വരുമ്പോഴത്തേക്കാണ് വീണ്ടും ബാക്കിയുള്ള റൊട്ടേഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ റിപ്പീറ്റായിട്ട് കൺട്രാക്ഷൻ വരുമ്പോൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അതായത് ഓസിപ്പിട്ട് സിംബേസിസ് പ്യൂബിസിൻ്റെ അടിയിലെത്തും. അപ്പോൾ ആ റിപ്പീറ്റായിട്ടുള്ള ആ പ്രോസസ്സ് നടന്നു വരുന്നതിനെയാണ് ആ ഹാർട്ട് റൂൾ എന്ന് പറയുന്നത്. Cervical dilatation during the phase of deceleration in active phase of labor ranges between. Cervical dilatation during the phase of deceleration in active phase of labor ranges between. Answer is 9 to 10 cm. അതായത് ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൽ മെയിനായിട്ടും 2 സ്റ്റേജസ് ആണുള്ളത്, ഒരു 2 ഫേസസ് ആണുള്ളത്, ലേറ്റൻറ്റ് ഫേസും ആക്റ്റീവ് ഫേസും. ഈ ആക്റ്റീവ് ഫേസിൽ തന്നെ 3 കമ്പണൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് കമ്പണൻ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഫേസ്, സെക്കൻഡ് ഫേസ് ഓഫ് മാക്സിമം സ്ലോപ്പ്, തേർഡ് ഫേസ് ഓഫ് ഡീസിലറേഷൻ. ആക്സിലറേഷൻ ഫേസ് എന്ന് പറയുന്ന സർവൈക്കൽ ഡയലറ്റേഷൻ 2.5 to 4 cm വരെയാണ്. ഫേസ് ഓഫ് മാക്സിമം സ്ലോപ്പിനകത്ത് വരുന്ന സർവൈക്കൽ ഡയലറ്റേഷൻ 4 to 9 cm ആണ്. ഫേസ് ഓഫ് ഡീസിലറേഷനകത്ത് വരുന്ന സർവൈക്കൽ ഡയലറ്റേഷൻ 9 to 10 cm ആണ്. Name the additional voluntary expulsive efforts that appears during the second stage of labor. Name the additional voluntary expulsive efforts that appears during the second stage of labor. Answer is bearing down efforts. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിലാണ് മദർ ഈ അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൽസീവ് എഫർട്ട് എടുക്കാനുള്ളത്. ആ സമയത്ത് യൂട്രസ് നന്നായിട്ട് കൺട്രാക്റ്റ് ചെയ്തിരിക്കണം, സെർവിക്സ് ഫുള്ളി ഡയലേറ്റഡും ആയിരിക്കണം. അപ്പോൾ മദർ ഈ ഫീറ്റസിനെ താഴേക്ക് പുഷ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ബിയറിംഗ് ഡൗൺ എഫർട്ട് എന്ന് പറയുന്നത്. How much amount of blood loss during after the expulsion of placenta and membranes? How much amount of blood loss
during after the expulsion of placenta and membranes? Answer is 100 to 250 ml. Normal fetal heart rate ranges from. Normal fetal heart rate ranges from. Answer is 110 to 150 per minutes. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യേണ്ടത് ഹാഫ് ആൻ അവർ ഇൻ്റർവെല്ലായിരിക്കണം. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യേണ്ടത് 15 മിനിറ്റ്സ് ഇൻ്റർവെല്ലിലും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എവിഡൻസ് ഓഫ് മെറ്റേണൽ ഡിസ്ട്രസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എവിഡൻസ് ഓഫ് മെറ്റേണൽ ഡിസ്ട്രസ്? ആൻസർ ഈസ് ഡിക്രീസിങ് പൾസ് റേറ്റ് പെർ മിനിറ്റ്. അതായത് മെറ്റേണൽ ഡിസ്ട്രസ് ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഷ്യസ് ലുക്കായിരിക്കും പേഷ്യൻ്റ്, ഡീഹൈഡ്രേഷൻ, ഡ്രൈ ടങ് ആയിരിക്കും, അതുപോലെ തന്നെ അസറ്റോൺ സ്മെൽ ബ്രേത്ത് ഉണ്ടായിരിക്കും, പൾസ് റേറ്റ് ഗ്രേറ്റർ ദാൻ 100 ഓർ ഈക്വൽ ടു 100 ആയിരിക്കും, ഹോട്ട് ആൻഡ് ഡ്രൈ വജൈന, അതുപോലെ തന്നെ സ്കാൻഡി ഹൈ കളേർഡ് യൂറിൻ, അതിൽ അസറ്റോണും ഉണ്ടാകും. വിച്ച് പൊസിഷൻ ഈസ് മോസ്റ്റ് പ്രിഫേർഡ് ഫോർ ഡെലിവറി? Which position is most preferred for delivery? Answer is dorsal position with 15 degree left lateral tilt. ഈ ഒരു പൊസിഷൻ ഉപയോഗിക്കാൻ കാരണം ഇറ്റ് അവോയ്ഡ്സ് അയോർട്ടോകാവൽ കംപ്രഷൻ, അതുപോലെ തന്നെ പേഷ്യൻ്റെ പുഷിംഗ് എഫർട്ടിനെ പ്രോഗ്രസ് ചെയ്യിക്കുകയും ഈ പൊസിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റ് പൊസിഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലാറ്ററൽ അല്ലെങ്കിൽ പാർഷ്യൽ സിറ്റിംഗ്, ആ പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട്, കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ഈസ് അതർവൈസ് നോൺ as. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ഈസ് അതർവൈസ് നോൺ as. ആൻസർ ഈസ് സർവൈക്കൽ സ്റ്റേജ്. എന്തുകൊണ്ടാണ് നമ്മൾ സർവൈക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്? ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രൂ ലേബർ പെയിൻ മുതൽ ഫുൾ സർവൈക്കൽ ഡയലറ്റേഷൻ വരെയാണ്. അതുകൊണ്ടാണ് ഇതിനെ സർവൈക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. Average time duration of third stage of labor in both primigravida and multigravida. Average time duration of third stage of labor in both primigravida and multigravida. Answer is 15 minutes. ഇതിപ്പോൾ പ്രൈമി ആണെങ്കിലും മൾട്ടി ആണെങ്കിലും ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് വ്യത്യാസമുണ്ട്. പക്ഷേ തേർഡ് സ്റ്റേജ് പ്രൈമിക്കാണെങ്കിലും മൾട്ടിക്കാണെങ്കിലും ഒരുപോലെയാണ്, 15 minutes.